ഇന്ത്യക്ക് ചുറ്റും ശത്രുക്കൾ കൂടുകയാണ്. മുൻപ് പാകിസ്ഥാനെ മാത്രം ഭയന്നാൽ മതിയായിരുന്നു എങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിനെയും ഭയക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ത്യക്ക് വരുന്നത്. കൈവിട്ട കളി കളിക്കുകയാണ് ബംഗ്ലാദേശ്. സീസ്മിക് എമൽഷൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച പാക് കപ്പൽ ബംഗ്ലാദേശ് തുറമുഖത്ത് എത്തി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അതിർത്തിയിൽ കണ്ണും കാതും ഇന്ത്യ കൂടുതൽ കൂർപ്പിക്കണം എന്നതിനുള്ള മറ്റൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്. ബംഗാൾ ഉൾപ്പെടെയുള്ള ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലകൾ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതിനുള്ള ആസൂത്രിത പദ്ധതി പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് നടത്തുന്നു എന്ന് തന്നെയാണ് ഈ കപ്പലെത്തിയതിന്റെ പിന്നിലുള്ളത് എന്ന് വിലയിരുത്തപ്പെടുന്നു. അവാമി ലീഗിന്റെ എക്സ് ഹാൻഡിലൂടെയാണ് ഈ വിവരം ലോകത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. ചിറ്റഗോങ് തുറമുഖത്ത് വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ നിരത്തിവെച്ചതിന്റെ ചിത്രങ്ങളടക്കമാണ് എക്സിലെ പോസ്റ്റ്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കളുമായി കപ്പൽ ഡിസംബർ 21-ന് ചിറ്റഗോങ് തുറമുഖത്ത് എത്തിയത്. സീസ്മിക് എമൽഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ഫോടക വസ്തുക്കൾ ഏത് തരത്തിലുള്ള ഘടനയും നശിപ്പിക്കാൻ കഴിവുള്ളവയാണ്. അതേസമയം ചിറ്റഗോങ് തുറമുഖത്തെ ഒരു ഉദ്യോഗസ്ഥൻ എല്ലാ കണ്ടെയ്നറുകളുടെയും ചിത്രങ്ങൾ പുറത്തുവിട്ടതായി അവാമി ലീഗ് അവകാശപ്പെട്ടു. ഈ കണ്ടെയ്നറിൽ സ്ഫോടക വസ്തു എന്ന് ചുവന്ന നിറത്തിൽ എഴുതിയിട്ടുണ്ട്. ബംഗ്ലാദേശ് നാവികസേന ഈ കണ്ടെയ്നറുകൾ പിടിച്ചെടുത്തു എങ്കിലും ഏതാനും മണിക്കൂറുകൾക്കകം വിട്ടയക്കുകയായിരുന്നു. എന്തായാലും ഇതിനു പിന്നിൽ ദുരൂഹത ഉണ്ട് എന്നാണ് അവാമി ലീഗിന്റെ ആരോപണം. ഇസ്ലാമാബാദുമായി ബന്ധം ശക്തിപ്പെടുത്താനുള്ള തീവ്ര ശ്രമങ്ങൾ ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനുസ് തുടരുന്നു എന്നത് നേരത്തെ തന്നെ ഇന്ത്യയെ ജാഗ്രതയിലാക്കിയിരുന്നു. ഈജിപ്തിലെ കെയ്റോവിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ D8-ൽ വെച്ചാണ് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി യൂനുസ് കൂടിക്കാഴ്ച നടത്തിയത്. 1971-ലെ വേർപിരിയലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു യൂനുസ് ഷെരീഫിനോട് പറഞ്ഞത്. യൂനുസുമായി ഊഷ്മളവും സൗഹാർദ്ദപരവുമായ ആശയവിനിമയം നടത്തിയെന്ന് ഷെരീഫും പ്രതികരിച്ചിരുന്നു. 8 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് D8 ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷനിലെ അംഗങ്ങൾ. ബംഗ്ലാദേശിൽ യൂനുസ് എത്തിയതിന് പിന്നാലെ പതിറ്റാണ്ടുകളെ ബദ്ധവൈരികളായ പാകിസ്ഥാനുമായി അടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ നവംബറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആദ്യ ചരക്ക് കപ്പൽ ചിറ്റഗോങ് തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആദ്യ സൂചന തന്നെയായിരുന്നു ഇത്. ഓഗസ്റ്റിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ മതമൗലികവാദികൾ നടത്തിയ കലാപത്തിന് പിന്നാലെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയിരുന്നു. ഇതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു. തുടർന്ന് ഹിന്ദു വംശഹത്യ അവസാനിപ്പിക്കണം എന്ന് ആവർത്തിച്ച് ഇന്ത്യ ആവശ്യപ്പെട്ടു എങ്കിലും അത് ആഭ്യന്തര വിഷയമാണ് എന്ന തരത്തിലായിരുന്നു ധാക്കയുടെ പ്രതികരണം. ദിവസങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശ് വിമോചനത്തിൽ ഇന്ത്യ വെറും സഖ്യകക്ഷിയാണ് എന്നും വിജയ് ദിവസ് ആചരിക്കാൻ അർഹതയില്ല എന്ന പ്രസ്താവനയും ഇടക്കാല സർക്കാരായ യൂനുസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. 2500-ലധികം സൈനികരുടെ ജീവത്യാഗത്തെ നിസ്സാരവൽക്കരിച്ചത് വളരെ ഗൗരവമായാണ് ഇന്ത്യ കണ്ടത്. അതോടെ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം കൂടുതൽ വിടവ് വന്നു. അതിനിടെയാണ് ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനുമായി എടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതും ഇത്തരത്തിലുള്ള തെളിവുകൾ പുറത്തുവരുന്നതും. ഭാരതത്തിന്റെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ 5 ഘട്ടങ്ങളിലായി 20 വർഷം അധികാരത്തിലിരുന്ന അവാമി ലീഗ് നേതാവായ ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ അട്ടിമറിക്കുകയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തുകയും ചെയ്തിരിക്കുന്നത് ഭാരതത്തിനും ലോകത്തിനും പാകിസ്ഥാന് പുറമെ ഇസ്ലാമികവൽക്കരണത്തിന്റെ പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യമാണ്. ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച 1971-ലെ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിന്മുറക്കാർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ സംവരണം ഏർപ്പെടുത്തിയതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഹസീന സർക്കാരിന്റെ അട്ടിമറിയിലേക്ക് നയിച്ചത്. സൈന്യത്തിലെ ഒരു വിഭാഗത്തിന്റെ സഹായത്തോടെ നടന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ, അതേ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഷെയ്ഖ് ഹസീന ഭാരതത്തിൽ അഭയം തേടി. ബംഗ്ലാദേശിൽ നടന്നത് ആഭ്യന്തര അട്ടിമറിയാണെങ്കിലും ഭാരത വിരുദ്ധ ശക്തികളുടെ ആഗോളതലത്തിലുള്ള ഇടപെടലുകളും അതിനു പിന്നിലുണ്ട്. സർക്കാർ ഉദ്യോഗങ്ങളിൽ സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം കോടതി റദ്ദാക്കിയിട്ടും പ്രക്ഷോഭം പിൻവലിക്കാൻ അതിന് നേതൃത്വം നൽകിയവർ തയ്യാറായില്ല. അമേരിക്ക, ജർമ്മനി, ഇറ്റലി, നേപ്പാൾ, ഭാരതം, പാകിസ്ഥാൻ, മാൾട്ട എന്നീ രാജ്യങ്ങളിലെ ഇസ്ലാമിക മത മൗലികവാദികളും ഇടതുപക്ഷ ഗ്രൂപ്പുകളും പ്രക്ഷോഭത്തെ പിന്തുണച്ചിരുന്നു. പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള സഹായവും ഇതിനുണ്ടായിരുന്നു. മുതിർന്ന US നയതന്ത്രജ്ഞർ ബംഗ്ലാദേശിലെത്തുകയും BNP നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തു. ചില അമേരിക്കൻ സംഘടനകളും വ്യവസായികളും ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് ഫണ്ട് ചെയ്യുകയും ചെയ്തു. കടുത്ത ഭാരത വിരുദ്ധനായ ജോർജ് സൊറോസ്, ഡൊണാൾഡ് ലൂ, നാഷണൽ എൻഡോവ്മെന്റ് ഫോർ ഡെമോക്രസി, ഫോർഡ് ഫൗണ്ടേഷൻ, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ബംഗ്ലാദേശിൽ ഒരു വ്യോമത്താവളം അനുവദിക്കണം എന്ന ആവശ്യം നിരസിച്ചതാണ് അമേരിക്കൻ ഭരണകൂടത്തെ ഹസീന സർക്കാരിന് എതിരാക്കിയത്. ഭാരതത്തിന്റെ പിന്തുണ ബംഗ്ലാദേശ് സർക്കാരിന് ഉണ്ടായിരുന്നതും പ്രധാനമന്ത്രിമാരായ ഹസീനയും മോദിയും തമ്മിലുള്ള സൗഹൃദ ബന്ധവും ജോ ബൈഡൻ ഭരണകൂടം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഹിലാരി ക്ലിന്റനുമായി അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന് ബംഗ്ലാദേശ് സർക്കാരിന്റെ ഉപദേഷ്ടാവായിരുന്ന മുഹമ്മദ് യൂനുസിനെതിരെ FBI അന്വേഷണം നടത്തിയിരുന്നു. അതേ യൂനുസ് തന്നെയാണ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ കളിപ്പാവയായി ബംഗ്ലാദേശിന്റെ ഭരണാധികാരി ആയതും എന്നത് ഖേദകരമായ ഒരു വസ്തുതയായി. കടുത്ത ഇസ്ലാമികവൽക്കരണം, അതിനുള്ള ഒരു ത്വര തന്നെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ കാണുന്നത്. സംവരണ വിരുദ്ധ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയത് വിദ്യാർത്ഥികളായിരുന്നുവെങ്കിൽ അതിന്റെ നേതൃത്വം കടുത്ത മതമൗലികവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിക് ആയിരുന്നു എന്നത് തന്നെയാണ് അതിന്റെ അപകടം കൂട്ടിയത്.
എന്നാൽ പ്രതിപക്ഷമായ BNP അവസരത്തിനൊത്ത് ഉയർന്ന് ഇവർക്കൊപ്പം ചേർന്നു. മുൻകാലത്തും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെയും രംഗത്ത് വന്ന ജമാഅത്തെ ഇസ്ലാമി സൃഷ്ടിച്ച മതാത്മക അന്തരീക്ഷത്തിൽ നിരവധി എഴുത്തുകാർ കൊല ചെയ്യപ്പെട്ടു. ലജ്ജ എന്ന നോവൽ എഴുതിയ തസ്ലിമ നസ്രീന് ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നതും ഈ പശ്ചാത്തലത്തിലാണ്. ഹസീന സർക്കാർ താഴെ വീണതോടെ ഇസ്ലാമിക മതമൗലികവാദികൾ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുക തന്നെയായിരുന്നു. ഹസീന സർക്കാർ ജയിലിലടച്ചിരുന്ന മതമൗലികവാദികളെ തുറന്നുവിട്ടതോടെ ആക്രമം ആളിക്കത്തി. ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ തുറങ്കിലടച്ച ഹിന്ദു ആചാര്യൻ പ്രഭു ചിന്മയ് കൃഷ്ണദാസിന്റെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളാണ് ഈ ദിവസങ്ങളിൽ പുറത്തുവരുന്നത്. ആരോഗ്യനില വഷളായിട്ടും ആചാര്യന് ചികിത്സ നൽകാൻ ഇസ്ലാമിക ഭരണകൂടം തയ്യാറായിട്ടില്ല. ആചാര്യന് ചികിത്സ നൽകുകയോ മോചിപ്പിക്കുകയോ ചെയ്യാത്തതിനെതിരെ ലോകവ്യാപകമായി പ്രതിഷേധം ഉയരുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിന്റെ വാർത്തകളും പുറത്തുവരുന്നത്. ഇസ്ലാമികവൽക്കരണത്തിന് അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരണം കൊണ്ടുവരുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ രണ്ട് ശക്തികളും ഒത്തുനിൽക്കുന്നതും അവർ കൂടുതൽ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതും. ഇത് ലോകത്തിന് ഒന്നടങ്കം, ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് ഒന്നടങ്കം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് കർമാൻസ്.